അടവയ്ക്കടാ ജോസൂട്ടി, അടവയ്ക്കടാ ജോസൂട്ടി, വേഗം. സത്യം പറ, ഇതെന്താ സാധനം? എടാ എനിക്കറിയാൻ മേല. ഞാൻ ക്യാൻറ്റീനിലേക്കുള്ള പച്ചക്കറിയും പലചരക്കുമായിട്ട് വരുന്ന വരവാ. ചെലപ്പം ചേട്ടാ വെളച്ചിലെടുക്കരുതേ. പട്ടാളക്കാർ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ എങ്ങനെയാ ഈ വണ്ടിയിൽ വന്നത്? എനിക്കറിയാൻ മേലതേ. നീ കേട്ട പോലെ ശബ്ദം ഞാനും ഇപ്പഴാ കേട്ടത്. പൊത്തോന്ന്. ശരി, വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം. ഏതായാലും ഇത് നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയാ. നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ട. നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. തടിയൂല. ഞാനൊരു പ്രാരാബ്ധക്കാരനാണ് കൊച്ചനെ. നടക്കില്ല ഏട്ടാ, ഇത് എന്റെ നിങ്ങളുടെ മാത്രം കാര്യമില്ല, ഈ നാടിന്റെ മൊത്തം പ്രശ്നം. ജോസൂട്ടി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോയി ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊന്നുകളയും ഞാൻ നിന്നെ. അവിടെ പോയി പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് പോവരുത്. പോലെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടാ ഏത് സ്റ്റേഷനിൽ പോയാലും നമ്മുടെ സ്റ്റേഷനിൽ പോകരുത്. അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നതിലായിരുന്നില്ല എനിക്ക് പേടി. നാട്ടുകാരെങ്കിലും അറിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ലോറി ഉടനെ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്നിട്ടു. ഇവിടെ കൊടുങ്കാട്ടിലാവുമ്പോൾ പെട്ടെന്ന് ആരെയും കണ്ണിപ്പെടില്ലല്ലോ. എത്രയും വേഗം പെരുമാളിന് വിവരം അറിയിക്കാനായിട്ട് ഞാൻ ഇവിടുന്ന് ഓടി. പക്ഷേ ലോറി വലിക്കാതായ സ്ഥലം ആയപ്പോഴേക്കും എവിടെ? ഇവിടെയാണ് സാറേ ലോറി കടന്നിരുന്നത്. ഇവിടെ തന്നെ ഞാൻ അയാൾ തള്ളിയിട്ടത്. ഉണ്ടുണ്ടിരുന്ന നായർക്ക് ചുമ്മാ ഒരു വിളി തോന്നി എന്ന് പറഞ്ഞ പോലല്ലോ എല്ലാം സംഭവിച്ചു തന്നെയല്ലേ? അതെ സർ, എന്നെ ഒന്ന് വിശ്വസിക്കേ. തെളിവുണ്ട്, പ്രതി രക്ഷപ്പെട്ടു. ഇവനെ പേടിച്ച് വണ്ടി ഒളിപ്പിച്ച് കാണും. താൻ സമാധാനിക്ക്, അവൻ വരും. പക്ഷെ ഇനി പള്ളിക്കരയിലേക്ക് ലോഡ് മാത്രം എത്തിയാൽ മതി, ഡ്രൈവർ വേണ്ട. മനസ്സിലായോ? കർത്താവേ, ചെല്ലപ്പമ്പിള്ളയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. ആയുസെത്തിപ്പോയല്ലോടാ പൊന്നും മോനെ. ചെല്ലപ്പമ്പിള്ളയുടെ ലോറി നിനക്കൊരു മരണ വണ്ടിയായിരുന്നു. മരണം കൊണ്ടുവന്ന വണ്ടി കണ്ടില്ലേ? നിന്റെ അന്ത്യം കാണാനാവാതെ വണ്ടി പോയി. കാഞ്ചിയാർ ഡാമിന്റെ വിഞ്ച് ഓപ്പറേറ്റർ ഡാമിന്റെ അടിത്തട്ടിൽ തന്നെ നിത്യവിശ്രമം കൊള്ളട്ടെ. പോലീസുകാർ തന്നെ എന്നെ കൊല്ലാൻ നടക്കുമ്പോൾ പിന്നെ എവിടെ പോയാലാ പൈലി ഒരു രക്ഷ? താൻ എവിടെയും പോകുന്നില്ല. അവൻ വരും, ഇവിടെ വരും, വരുത്തും ഞാൻ.
ഈ കൈക്കൊമ്പിളിലേക്ക് അവൻ വന്ന് കയറും. Smell it. Smell it. Go. Jimmy, take it. Go. Damn it! Finally! എവിടെയാ പസങ്ങളാ? നിധിക്ക് കാവലിരിക്കുന്ന ഭൂതത്താൻ. എടോ കത്തനാരെ, താൻ ആള് ഡീസന്റ് ആണെന്നാ ഇപ്പോഴും എന്റെ ധാരണ. തെറ്റിദ്ധാരണയാ സാറേ. ആ. അബദ്ധത്തിൽ ഈ ലോഹയ്ക്കകത്ത് പെട്ടുന്നേ ഉള്ളൂ. ഞാൻ ഓ. സ്വല്പം കുഴപ്പക്കാരനാ. ഓഹോ, ഈ ലോറി നിറയെ സ്ഫോടക വസ്തുക്കളാ, പട്ടാളം ഉപയോഗിക്കുന്ന എക്സ്പ്ലോസീവ്സ്. അത് കൈവശം വെച്ചതിന് തന്നെ വേണം ഈ നിമിഷം എനിക്ക് പൊക്കാം. അത് നടക്കുകയല്ല സാറേ. പള്ളിമുറ്റത്ത് കിടക്കുന്ന എന്തിന്റെയും കസ്റ്റോഡിയൻ വികാരിയച്ഛനാ. സാർ കുറച്ചു നേരത്തേക്കൊന്ന് ക്ഷമിക്കേ. ഓ. ജില്ലാ കളക്ടറും SP ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവര് തീരുമാനിക്കട്ടെ എന്താ വേണ്ടേന്ന്. അയ്യോ എന്റെ പൊന്നച്ചോ, കളക്ടർ SP എന്നൊക്കെ പറഞ്ഞ് ഈ ഉള്ളവനെ പേടിപ്പിക്കല്ലേ. കളക്ടർ വന്ന സെബാസ്റ്റ്യൻ കഴിവേറ്റിക്കളയല്ലേ. എടാ ഭദ്ര, ലോറി എടുക്കടാ. നീ ഇവിടുന്ന് ഈ വണ്ടി കൊണ്ടുപോകാന്ന് വിചാരിച്ചോ? പാണ്ടിക്കരിമ്പാറ പോലെയാണ് മത്തായി. മോനെ. നടക്ക.
വണ്ടി എടുത്ത് മാറ്റ്.
ഇനി എപ്പോഴാ അച്ഛോ നമ്മൾ തമ്മിൽ കാണുന്നത്? അതിന് ഞാൻ രാജ്യം വിട്ടൊന്നും പോണില്ലല്ലോടാ. അരമനയിലേക്കല്ലേ, വലിയ പോസ്റ്റാ, പ്രോക്കുറേറ്റർ, അരമനയുടെ കണക്കപ്പിള്ള. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. പോവാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പോയേ പറ്റൂ. അതുകൊണ്ടാ. ഇന്ന് മുതൽ നീയാ സൊസൈറ്റിയുടെ സെക്രട്ടറി. ഒന്നും പറയണ്ട. നിന്റെ അനിയൻ ഉറങ്ങുന്ന ഈ മണ്ണ് വിട്ട് നിനക്കൊരിക്കലും ഇവിടുന്ന് മടങ്ങിപ്പോവാനാവില്ല പൈലി. ഇവിടെ വേണം നീ. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഭൂമി കുലുങ്ങുകയല്ല, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഈ നാടിന് നിന്നെ വേണം. അച്ഛോ, ഒരു ചേട്ടന്റെ കടമ ഇനിയും ബാക്കിയുണ്ട് പൈലി. പിന്നെ ഇവള്, നിങ്ങൾ രണ്ടാളും കൂടെ വേണം എന്നെ കാണാൻ വരാൻ. വരട്ടടാ. അച്ഛൻ കരേ